Hi dears, welcome back to Variety Recipes. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റോൾഡ് ഗീ കുക്കീസ് ആണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ മുട്ട ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ബേക്കിംഗ് ആവണില്ലെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഇത് ഉണ്ടാക്കി കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള കുക്കീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. പൊടിയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ മധുരത്തിനുള്ള പഞ്ചസാരയും ചേർക്കുക. നിങ്ങളൊരു 4 ടീസ്പൂൺ പഞ്ചസാരയെങ്കിലും ചേർക്കണം, എന്നാലേ മധുരം ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് എസൻസ് ഒന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ഗീ ചേർക്കുക. 2 ടീസ്പൂൺ നന്നായിട്ട് നിറച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇത് മിക്സ് ചെയ്യുക. പൊടിയുമായിട്ട് നന്നായിട്ട് ഈ ഗീ മിക്സ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് പാലും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് തേച്ച് കുഴക്കുക. ചപ്പാത്തി മാവിനേലും കുറച്ചുകൂടി ലൂസായിട്ടുള്ള ഒരു ഡോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നന്നായിട്ട് തേച്ച് കുഴക്കണം. അതിനുശേഷം കുറച്ച് ഗീ മുകളിൽ തടവിയിട്ട്, എണ്ണയോ ഗീയോ എന്തെങ്കിലും, എന്നിട്ട് കവർ ചെയ്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടാവും, വളരെ സോഫ്റ്റായിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും കൂടി നമുക്ക് തേച്ച് കുഴക്കണം. അപ്പോൾ ഒരു പരന്ന പാത്രത്തിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കുഴക്കാം. ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് തേച്ച് കുഴക്കണം. 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തേച്ച് കുഴച്ചതിന് ശേഷം വീണ്ടും ഇത് മൂടി വെച്ച് ഒരു അരമണിക്കൂറും കൂടി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ഈ മാവ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക, 2ആക്കി. ഇത് 1 കപ്പായതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ കൂടുതൽ എടുക്കണം. അതിൽ നമുക്ക് പരത്താൻ ഈസി ആയിട്ടുള്ള വലിപ്പത്തിലുള്ള ഉരുളകളാക്കുക. എന്നിട്ടിത് നന്നായിട്ട് ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ ഇട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. കുറച്ച് നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പം ഞാനിവിടെ ചപ്പാത്തി പലകയിലാണ് ഇത് പരത്താൻ പോകുന്നത്. അതിലേക്ക് പൊടി തൂവിയതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തി മാവ് പരത്തുന്നത് പോലെ തന്നെ പരത്തിയാൽ മതിയാവും. കുറച്ചുകൂടി തിന്നായിട്ട് പരത്തിയാൽ വളരെ നല്ലതാണ്. ഞാനിത് ഇപ്പോൾ കുറച്ച് കട്ടിയിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് ഗീ നമ്മൾ ബ്രഷ് കൊണ്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യണം. അതിനുശേഷം കുറച്ച് മൈദ അതിൻ്റെ പുറത്തേക്ക് നന്നായിട്ട് ഒന്ന് തൂവി കൊടുക്കണം. അതിന് ശേഷമാണ് ഇതുപോലെ കട്ട് ചെയ്യണത്. 1 ഇഞ്ച് വീതിയിൽ ഇത് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഒട്ടിപ്പിടിക്കാതെ നോക്കണം, എല്ലാം നന്നായിട്ട് കട്ടായിട്ടുണ്ടാവുന്നു നോക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വിടർത്തി വെച്ചതിന് ശേഷം ഓരോന്നും എടുത്തിട്ട് അറ്റത്തുനിന്ന് നമ്മളിത് റോൾ ചെയ്തെടുക്കുക. കുറച്ച് ടൈറ്റായിട്ട് റോൾ ചെയ്യണം. വലിച്ച് റോൾ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതിനുശേഷം അറ്റത്തെ ഭാഗം എടുത്തിട്ട് നമ്മൾ അടിയിലേക്ക് മടക്കി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്യുക. കൈകൊണ്ട് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. അറ്റത്തുനിന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ തന്നെയാണ് ഇതിന് ചെയ്യണത്. റോൾ ചെയ്തെടുത്തതിന് ശേഷം അറ്റത്തെ ഭാഗം അടിയിലേക്ക് മടക്കി വയ്ക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് ഷേപ്പ് ചെയ്യുക. എന്നിട്ടിത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാം
ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനതെല്ലാം ഷേപ്പ് ചെയ്ത് 2 ഉരുളകളും പരത്തി എടുത്തിട്ടുണ്ട്. പ്രീ ഹീറ്റഡ് പാനിലാണ് ഞാനിത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രിൽ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ബേക്കിംഗ് അവണിൽ ഗ്രില്ല് ചെയ്യുന്ന ട്രേ ആണിത്. ഇതാകുമ്പോൾ ഇതിന് പൊക്കം കുറവാണ്, കട്ടി കുറവാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ബേക്ക് ചെയ്ത് കിട്ടും. ചൂടൊക്കെ പെട്ടെന്ന് അതിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലത്തെ ട്രേ എടുത്തത്. പൊക്കം കുറഞ്ഞ ട്രേ. അതായത് നമ്മൾ ഈ കുക്കീസ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂട് കയറും. നമ്മൾ കേക്ക് ടിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന് കട്ടി കൂടുതലാണ്. അപ്പോൾ ഉള്ളിലേക്ക് ചൂടിറങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ നിങ്ങളിതുപോലെ പരന്ന പാത്രത്തിൽ എടുത്ത് അറേഞ്ച് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ ഞാനിത് ഗ്രില്ലിംഗ് ട്രേ ആണിത്. അതിൻ്റെ പുറത്തേക്ക് ഞാനിതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടിത് പ്രീ ഹീറ്റഡ് പാനിൽ ബേക്ക് ചെയ്യുക. ഞാനൊരു പാൻ അടുത്ത അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ കുക്കീസ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ബേക്കിംഗ് ഓവനിൽ വേണമെങ്കിലും ഇത് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്താൽ ഇത് കറക്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ പാനിൽ ഞാൻ 10 മിനിറ്റ് മീഡിയം ഹീറ്റിലും 20 മിനിറ്റ് ലോ ഹീറ്റിലുമാണ് ഞാനിത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് ശേഷം നമുക്കിത് നോക്കാം. അപ്പോൾ 30 മിനിറ്റിന് ശേഷം ഞാനിത് തുറക്കുവാണ്. നമ്മുടെ കുക്കീസൊക്കെ വളരെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിൻ്റെ ലെയറൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാം. നമുക്കിത് പാനിൽ നിന്നെടുക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം ഞാനിത് പാനിൽ നിന്ന് എടുക്കുവാണേ. ബേക്ക് ചെയ്യാൻ വെക്കുന്ന ട്രേയിൽ എണ്ണയോ അല്ലെങ്കിൽ ഗീയോ തടവാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ഈ കുക്കീസൊക്കെ അതിൽ ഒട്ടിപ്പിടിക്കും. ഞാനിത് നന്നായിട്ട് എണ്ണ തടവിയതായിരുന്നു. അപ്പോൾ റോൾഡ് ഗീ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. വളരെ ഡെലീഷ്യസ് ആണ്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല ക്രിസ്പിയാണ്. ഉള്ളിലോട്ട് കുറച്ച് സോഫ്റ്റുമാണ്. നല്ല ഡെലീഷ്യസ് ആണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് കുട്ടികൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് കുക്കി ആക്കാം. നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ മൈദപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ട് ആദ്യത്തെ മിക്സിങ്ങിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ചോക്ലേറ്റ് കുക്കി ആക്കി മാറ്റാം ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.